ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള വീഡിയോ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ റീൽസും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ പെണ്ണേന്ന്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. അപ്പം അത്തായം കഴിഞ്ഞതിന് ശേഷം കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചുമ്മാ വീട്ടിലിങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഓർമ്മ ചുമ്മാ ഇരുന്നാൽ മതിയോ, വീട്ടിൽ ഒരുപാട് പണിയുണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണമെങ്കിൽ ക്ലാസ്സിന് പോകാൻ. അങ്ങനെ പിന്നെ ഞാൻ വേഗം എണീറ്റ് കിച്ചണിലേക്ക് വന്നു. ഇന്നലെ കഴിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളയാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഞാൻ. പിന്നെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ഈ കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൈസ് ഞാനിത് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ പൊതുവെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാറില്ല. അതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാം, കാരണം എടുക്കാൻ പറ്റിയ സാഹചര്യം കാര്യങ്ങളൊന്നും ആവില്ല. പക്ഷേ ഇതിപ്പം ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. അങ്ങനത്തെ നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മോൾക്ക് ഇനി കഞ്ഞി വെക്കാണ്ട്. കാരണം ഞാൻ ക്ലാസ്സിന് പോകുന്നതിൻ്റെ വീട്ടിൽ മുമ്പ് അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് ശേഷം ഞാൻ പോകാറ്. അപ്പോൾ പിന്നെ അവൾക്ക് കഞ്ഞിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, കഞ്ഞി വെക്കാൻ ഗൈസ് ഞാൻ പോവുകയാണ് ഗൈസ്. ഗ്യാസ് മേലെ കഞ്ഞി വെക്കണം ഗൈസ്. ഇനി കഞ്ഞി വെച്ചതിന് ശേഷം എനിക്ക് അടുത്ത പണിയിലേക്ക് പോകാൻ, അതായത് ഇനി അടിച്ച് വാരണ്ട്, തുടയ്ക്കാണ്ട്, ഡ്രസ്സ് കഴുകാണ്ട്. എൻ്റെ മുന്നേ അങ്ങനത്തെ അടിച്ച് വരലും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താക്കി കൊണ്ടുപോവുകയാണ് ഗൈസ്. തുടക്കാൻ നോക്കുമ്പോൾ മക്കളെ നോക്കിയതാണ്, പക്ഷെ അവർ രണ്ടാളും നല്ല ഉറക്കമാണ്. ടൈം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചു. കാരണം ഞാൻ പുറത്ത് ഇറങ്ങിയാൽ പിന്നെ അവരെൻ്റെ കൂടെ വരും. അപ്പോൾ പിന്നെ അവർ ഉണരുമ്പോൾ തന്നെ വേഗം പണി കഴിച്ചാൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിലാണ് എൻ്റെ രണ്ടാമത്തെ മോളെ എണീറ്റു. അപ്പോൾ പിന്നെ അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഉള്ളത് ഞാൻ അവളെയും കൂട്ടി പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും കൂടി പോയി കുളിച്ചു. അവൾക്ക് പിന്നെ മുടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കെട്ടി കൊടുക്കുകയാണ്. അപ്പം ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം നല്ല റിസ്ക്കാണ്. കാരണം ഞാൻ ക്ലാസ് ഇട്ട് വരുമ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പിന്നെ ഉമ്മ വെച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. ഇന്ന് സമൂസ ആയതുകൊണ്ട് ഞാനെന്ത് അതിൻ്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ക്ലാസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മച്ചിക്ക് അധികം പണിയില്ലല്ലോ, അതിൻ്റെ ഫില്ല് ചെയ്ത് കണ്ട് പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കേസ് ഓൾമോസ്റ്റ് അടുക്കള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ മോൾക്ക് ഫുഡ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഞാൻ അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. കാരണം ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. കാരണം അവൾ വായിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ടൈം പിടിക്കും അവൾക്ക് ഫുഡ് എടുക്കാൻ. അങ്ങനെ പിന്നെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് അവളെ കൊണ്ട് ഫുള്ളും കഴിപ്പിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവളെ ഉറക്കി. കാരണം അവളെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവളെ ഉറക്കുകയാണ്. അങ്ങനെ മോളെ ഉറക്കിയതിന് ശേഷം ഞാൻ എന്തൊരു നൈസായിട്ട് വേഗം മാറ്റാൻ പോയി. കാരണം ഉപ്പയും ഉമ്മയും ഇവിടെ ഇല്ല, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും എൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ മാറ്റി റെഡി ആവാൻ നിൽക്കുകയാണ്. അങ്ങനെ മാറ്റി സെറ്റ് ആയതിന് ശേഷം ഞാൻ 2-3 റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ മനസ്സിലായി എൻ്റെ സകല പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ 2-3 റീൽസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കണം. പിന്നെ ടാഗ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേഗം എന്തെയ്തു, ടാഗ് ഇട്ടതിന് ശേഷം ഞാൻ ഉമ്മനോട് സലാമിന് പറഞ്ഞ് ഞാൻ അതാ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നേരെ ബസ് സ്റ്റോപ്പിൽ പോവുക, ബസ് കയറുക, ക്ലാസ്സിൽ പോവുക, ബസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇനിയിപ്പം ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ബസ്സിന് കാത്തിക്കാണ്. അങ്ങനെ പിന്നെ അവസാനമായിട്ട് നമ്മൾ ബസ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ബസ് പോവുക, സ്റ്റാൻഡിൽ ഇറങ്ങുക, ക്ലാസ്സിൽ പോവുക, പഠിത്തം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. കാരണം എനിക്ക് ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാറില്ല. അപ്പം പിന്നെ നിങ്ങൾ ഈ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാതെ നിൽക്കുക, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങനത്തെ ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഗൈസ് നമ്മൾ സെൻറ്ററിലെത്തിയപ്പോഴാണ് മറ്റുള്ള കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനിലും കാര്യങ്ങളാണ് സാറും മിസ്സുമാരെല്ലാവരും. അങ്ങനത്തെ ക്ലാസ്സൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങളുടെ നിറഞ്ഞ് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും പരാതിയാണ്, ഞാൻ അവർ ബ്ലോഗ് ചേർത്തലില്ല, അതായത് ബ്ലോഗിൽ കാണിക്കലില്ല, അത് ഇതെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ എന്തെത്തോ ഈ പ്രാവശ്യം അവർ നന്നായിട്ട് ബ്ലോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ ഞങ്ങളിപ്പോൾ പെരുന്നാളായപ്പം കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഫാൻസി കട കയറി. പിന്നെ അവൾക്ക് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഷോപ്പിൽ കയറി. ഞങ്ങൾ തിണ്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് വീട്ടിൽ പോകലുള്ളൂ.
അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാ ചില്ലറ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവളെ വീട്ടിലേക്കും പോയി ഞാൻ നേരെ ബസ് കയറി ഇരുന്നും ചെയ്ത്. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വല്ല കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളണില്ല, കാരണം അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇൻഷാല്ല എല്ലാം കൂടി ഉൾക്കൊണ്ട ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ല എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യണം. എൻ്റെ സാഹചര്യം ഒത്തു വന്ന് അപ്ലോഡ് ചെയ്യട്ടെ. അങ്ങനെ പിന്നെ മോൾക്ക് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പം വോയിസ് ചിലപ്പം കേട്ടില്ല എന്ന് വരും, ചിലപ്പം വോയിസിന് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരും. കാരണം വേറെ ഒന്നല്ല, ഞാൻ രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ വീട്ടിലാകുമ്പോൾ എനിക്ക് നൈറ്റ് നല്ല കൂളായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആകുമ്പോൾ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രാവിലെ മെനക്കെട്ട് ഇരുന്ന് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് അറിഞ്ഞിട്ട് വേണം നിങ്ങളെൻ്റെ വീഡിയോസ് കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാൻ വരും. ബൈ, അസ്സലാമു അലൈക്കും.